ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഏത്തപ്പഴം മുറിച്ചിട്ട് പുഴുങ്ങാൻ വെച്ചു. പുഴുങ്ങിയ ഏത്തപ്പഴം എടുത്ത് ഞാൻ ചൂടാറാൻ വെച്ചു. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് 4 ഏലക്ക ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഏലക്കയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് ഞാൻ ചൂടാറാൻ വെച്ച പഴത്തിൻ്റെ തൊലി ഒഴിഞ്ഞ് അതിട്ട് അതിലേക്ക് നെയ്യും പഞ്ചസാരയും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചു പേസ്റ്റ് പരുവമാക്കി എടുത്തു. ഞാനെടുത്തത് RKG ആട്ടാ നെയ്യ്, വേറെ ഒന്നുമല്ല, RKG ആണ് എടുത്താൽ. ഇനി നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നെയ്യ് ഇട്ടാൽ നെയ്യുടെ ഫ്ലേവർ നന്നായിട്ട് ഇതാവും. ആ പേസ്റ്റ് രൂപത്തിലായതിലേക്ക് ഞാൻ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തു. അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ആവശ്യത്തിനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ 3 ഏത്തപ്പഴമാണ് എടുത്തത് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കുക. പൊടിയിലേക്ക് നമുക്ക് നെയ്യും പഞ്ചസാരയും ആവശ്യത്തിന് ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല മധുരം കഴിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇടിയപ്പത്തിന് മിക്സ് ചെയ്ത് വെക്കൂലേ, അതുപോലെ പത്തിരിക്ക് അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ മിക്സ് ചെയ്ത്, ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നൂലപ്പം എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. ഇനി അതൊരു കമൻറ്റ് വരരുതല്ലോ, അതാണ് പറഞ്ഞതാണ്. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടിയും ഇതാക്കിയിട്ട് ഇടിയപ്പത്തിൻ്റെ സീലിലേക്ക് അത് എടുത്തു വച്ചു. അതിന് ഞാൻ പീച്ച് ഇപ്പോൾ ആദ്യം ഞാൻ ക്യാമറ പിടിച്ചിരിക്കണതുകൊണ്ട് കുറച്ച് ഇതായി, പിന്നത്തേൽ ശരിയായി. അങ്ങനെ 3 തട്ടുണ്ടായിരുന്നു, അത് ഞാൻ നന്നായിട്ട് പീച്ചി വെച്ചു. അതിനുശേഷം ആവി കയറാൻ വെച്ചതിൽ ഞാൻ ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഞാനത് തുറന്ന് നോക്കുമ്പോൾ നല്ല പുക പോകുന്നു, നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ. അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി അത് കഴിക്കാൻ തുടങ്ങി. പക്ഷെ നല്ല ടേസ്റ്റ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ കട്ടൻ ചായയും അതുമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ തെറ്റാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ശരിയായിട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്തിട്ട് ശരിയായി. അപ്പോൾ നന്നായിട്ട് മധുരമൊക്കെ കഴിക്കാനും പിന്നെ വീട്ടിൽ ഈവനിങ്ങിൽ സ്നാക്സായിട്ടൊക്കെ ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇതും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തൊരു ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഓരോ ദിവസം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.